ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതയായ ഒരു വർഗീയ ചാണക സംഗീതയായ അദീന ഭാരതിയെ കുറിച്ചാണ്. ഒരു ദിവസം താമസിച്ചു പോയി ഇവളുടെ വീഡിയോ എന്റെ കയ്യിലെത്തുമ്പോഴേക്കും ഈ വീഡിയോ കണ്ടപ്പം ഇവക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് ലേശം താമസിച്ചെങ്കിലും ഞാൻ ഇവൾക്ക് മറുപടി കൊടുക്കാൻ വന്നത്. ഇത്രമാത്രം വൃത്തികേട് പറഞ്ഞ് ഇവക്കുണ്ടല്ല, മറുപടി കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടില്ല, എനിക്കൊരു ഉറക്കവും കിട്ടൂല. ഈ ചാണക സംഗീതയെ ഞാൻ ആദ്യം കരുത് വിശകലക്ക് ശേഷം ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് സംഖ്യകൾ കണ്ടെത്തിയ ഒരു ഉത്തരമായിട്ട് മാത്രമാണ്. പക്ഷെ ഇവള് തലയിൽ ഒരു രൂപയുടെ വിവരം പോലും ഇല്ലാത്ത മന്ദബുദ്ധി കൂടിയാണെന്ന് അറിഞ്ഞത് ഈ വീഡിയോ കണ്ടപ്പോഴാണ്. അതുമാത്രമല്ല, നമ്മൾ ചന്ദ്രശേഖരൻ മുതലാളിയില്ലേ, ബി.ജെ.പി മുതലാളി പറഞ്ഞില്ലേ ബി.ജെ.പിയിൽ കുറച്ച് വട്ടുകേസുകളുണ്ട്, അതായത് ഭ്രാന്ത് കേസുകളുണ്ടെന്ന്. അതിൽപ്പെട്ട ഒരുവളാണ് ഇവളെന്നും ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമുക്കെന്തായാലും ഒരു രൂപയുടെ ബുദ്ധിയില്ലാത്ത ഈ ചാണക സംഗീതി പറഞ്ഞ കുറച്ച് പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് വന്നാലോ. റീസെന്റ് ആയിട്ട് കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ഒരുപോലുള്ളതുമായിട്ടുള്ള രണ്ട് ഇൻസിഡന്റിനെ പറ്റി പറയാനാണ് ഇനി വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ചൊരു കരോൾ സംഘത്തെ ബി.ജെ.പി പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ വളരെയധികം വൈറലാവുകയും അത് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയിലെ കമ്മികളും വളരെയധികം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. ബട്ട് കോക്കനട്ട് ഈസ് ദിസ് എന്ന് വിചാരിച്ച് എന്താണ് സത്യം എന്നറിയാനായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പതിവ് പോലെ ഇത്തവണയും തെറ്റിയില്ല, കമ്മികളുടെ പതിവ് ഡ്രാമ. ആക്ച്വലി ആ കരോൾ സംഘവുമായിട്ട് പാലക്കാട് രൂപതയ്ക്കോ അവിടുത്തെ ക്രിസ്ത്യൻസിനോ അവിടുത്തെ പള്ളികൾക്കോ ഒന്നും യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. ചാണകക്കുണ്ടിൽ നിന്നും പൊട്ടിമുളച്ച ഈ ചാണക പുഴുവെ ഈ കരോള് നടത്താൻ വേണ്ടിയിട്ടുണ്ടല്ല പള്ളിയുടെയും പട്ടക്കാരുടെയും ഒരാവശ്യമില്ല കേട്ടാ, ഒരാളുടെയും അനുവാദവും വേണ്ട. അതിലിപ്പോ മൊത്തം ക്രൈസ്തവർ തന്നെ വേണമെന്നും ഒരു നിർബന്ധമില്ല. നമ്മളെ നാട്ടിലുണ്ടല്ല ക്രൈസ്തവരൊന്നും ഉണ്ടാവൂല, എല്ലാരും കൂട്ടിയിട്ട് അങ്ങ് കരോള് നടത്തലാന്ന് എന്റെ ചാണക പുഴുവേ. അതെല്ലാം മനസ്സിലാക്കണം കണ്ടില്ല. ഇടക്കെങ്കിലും ആ ചാണകക്കുണ്ടില്ലേ, ഈ ചാണക നാറ്റം മാത്രം ആ ചാണകക്കുണ്ടെന്ന് ഇടക്കെങ്കിലും ഈ ചാണകപ്പുഴു പുറത്തിറങ്ങി വരണം, മനുഷ്യന്മാരെയൊക്കെ കാണണം കേട്ടാ. നമുക്ക് ഈ ചാണകപ്പുഴുവിന്റെ അടുത്ത വീട്ടിൽ നിന്ന് കേട്ടിട്ട് വരാം. ഈ കരോൾ സംഘം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ വൈറൽ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കണ്ടവർക്കറിയാം. ആ വീഡിയോയിൽ കാണുന്ന ഒരു ഡ്രം ആ ആക്രമണത്തിനിടയിൽ ഏകദേശം പൊട്ടി തകർന്ന രൂപത്തിലാണ്. ആ ഡ്രമ്മിന്റെ സൈഡിൽ CPM എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സഖാക്കളെ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇത്രയും വലിയ ഡ്രാമ കളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ആ ഡ്രമ്മിലെ പേരെങ്കിലും ഒന്ന് മാറ്റി എഴുതാമായിരുന്നു. ഇനി ഇങ്ങനത്തെ തേർഡ് റേറ്റ് പരിപാടിയായിട്ട് ഇറങ്ങുമ്പോൾ വാടകയ്ക്ക് എടുക്കുന്ന ഡ്രമ്മായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എല്ലാ ബി.ജെ.പിക്കാരെ നിങ്ങളെ കൂടിയുള്ളതെല്ലാം ഇവളെപ്പോലത്തെ മന്ദബുദ്ധികൾ തന്നെയാണോ? കുറച്ച് ബുദ്ധികൾ ആരും നിങ്ങളെ ബി.ജെ.പിക്കാരുടെ കൂട്ടത്തിലില്ലേ? ഏതെങ്കിലും പാർട്ടിയുടെ ഒരു ബാൻഡ് ഉപയോഗിച്ച് വെച്ചിട്ട് ആ കരോൾ ആ പാർട്ടിയുടേതാവുന്ന നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ചാണകങ്ങളെ ഇവിടെ ഡിവൈഎഫ്ഐയുടെയും മുസ്ലിം ലീഗിന്റെയും സേവാഭാരതിയുടെ ഒക്കെ ആംബുലൻസ് ഇല്ലേ, ആ ആംബുലൻസ് എല്ലാം പാർട്ടി നോക്കിയിട്ട് മാത്രമാണോ ആൾക്കാരെ സഹായിക്കുക? അതായത് നാളെ മുതൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സേവാഭാരതിന്റെ ആംബുലൻസ് പോയി അയാൾ ബി.ജെ.പി ആവും. ഇനി മുസ്ലിം ലീഗിന്റെ ആംബുലൻസിലാണ് പോകുന്നെങ്കിൽ അയാൾ മുസ്ലിം ലീഗ് ആവും. ഇനി CPM-ന്റെ ആംബുലൻസിലാണ് പോയെങ്കിൽ അയാൾ CPM ആവും. എന്നാണോ വിഡ്ഢികളായ ചാണക പുഴുക്കളെ നിങ്ങൾ പറയുന്നത്? ഇമാതിരി ഒരു രൂപയുടെ ബുദ്ധി പോലും ഇല്ലാത്ത ഇവളൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോ അത് പൊട്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് ആ പൊട്ടത്തരം മാറ്റാനുള്ള ബുദ്ധിയുള്ള ഒരു ബി.ജെ.പിക്കാരൻ നിങ്ങളെ കൂട്ടത്തിലില്ലേ? എന്നാൽ നിങ്ങളെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തിയില്ല എന്ന് പറഞ്ഞാല് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ മന്ദബുദ്ധി അടുത്തതായിട്ട് എന്താ പറയുന്നത് കേട്ടിട്ട് വരാം. പക്ഷെ ഇത് തമാശക്ക് എടുക്കേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ പലയിടങ്ങളിലും ഇതുപോലെ ബി.ജെ.പിക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ വാർഡ് മെമ്പർമാരുള്ള വാർഡുകളിൽ ഇതുപോലുള്ള ചില സംഘങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പള്ളിയോ പള്ളിക്കാരോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത. എന്നാൽ CPM കഞ്ചാവ് കൊടുത്ത് വളർത്തിയ പിള്ളേര് സെറ്റ് ഇതുപോലുള്ള പലയിടങ്ങളിലും ചെന്നിട്ട് പല വീടുകളും കയറി കരോൾ സംഘം എന്നുള്ള പേരിൽ 100, 200, 300 രൂപയൊക്കെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ നാട്ടുകാർ ചെന്നപ്പോഴാണ് അത് ബി.ജെ.പിയും കരോൾ സംഘവുമായിട്ടുള്ള സംഘർഷമായിട്ട് ഇവർ ചിത്രീകരിച്ചത്. എന്റെ വിവരമില്ലാത്ത സംഗീനി, നിന്റെ വീട്ടിലുള്ളവരും നീ കണ്ടിട്ടുള്ളവരും നിന്റെ കൂട്ടത്തിലുള്ളവരൊക്കെ ഉണ്ടല്ല 300 രൂപക്ക് വേണ്ടി അടികൂടലും ആ 300 രൂപക്ക് മയക്കുമരുന്ന് അടിച്ച് നടക്കുന്ന ടീമും ആണെന്ന് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാവരും അതുപോലെ 300 രൂപക്ക് അടികൂടുന്നവരും മയക്കുമരുന്ന് അടിച്ചിരിക്കുന്നവരാണെന്ന് തെറ്റിദ്ധരിക്കല്ല സംഗീനി. അതായത് മോളെ വീട്ടിലുള്ളവരുടെ സ്വഭാവമാണ് എല്ലാവർക്കും ഒന്ന് തെറ്റിദ്ധരിക്കല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മോള് പറഞ്ഞ മയക്കുമരുന്ന് അടിച്ചിട്ട് പോയ ആളുണ്ടല്ല, അത് ആ ബി.ജെ.പിക്കാരനായിരുന്നു. ആ പാവപ്പെട്ട കുട്ടികളെ ആക്രമിക്കാൻ പോയ ആ ബി.ജെ.പിക്കാരനായിരുന്നു മയക്കുമരുന്ന് അടിച്ചിട്ട് പോയത്. ആ കൂട്ടത്തിലുള്ളതെല്ലാം കൊച്ചു കുട്ടികളായതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. ആ കൂട്ടത്തിൽ നല്ല തന്റേടുള്ള ഏതെങ്കിലും ഒരു ബാല്യക്കാരനുണ്ടെങ്കിലല്ല ആ ചങ്ങായി ഇതിന്റെ ബി.ജെ.പിക്കാരനുണ്ടല്ലേ പാലക്കാട് ഗവൺമെന്റ് ആശുപത്രിയിലെ ICയിൽ ഇരുന്നിട്ട് നാരക നിന്നുണ്ടാവും ഇപ്പോ. എന്നിട്ട് മയക്കുമരുന്ന് അടിച്ചിട്ട് ആ പാവം കുട്ടികളെ ആക്രമിച്ചവനെ വെള്ളപൂശാൻ വന്നിരിക്കുന്നു. നാണവും മാനവും ഇല്ലാത്ത ഒരു ചാണക സംഗീണി. നമുക്ക് ഈ ചാണക സംഗീണി അവസാനമായിട്ട് തള്ളുന്ന ചാണക വർത്താനം കടിച്ചു വരല്ല. കേരളത്തിൽ കിടന്ന് എന്ത് തോന്നിയാസം കാണിച്ചതിന് ശേഷം ഇതിന്റെ അടിയിൽ ഭ്രൂണത്തിൽ ശൂലം കുത്തിയ കഥയും പറഞ്ഞുകൊണ്ട് ചില വടക്ക് നോക്കിയ യന്ത്രങ്ങൾ വന്ന് കുരയ്ക്കും. അവരെയും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കും. വിവരം എന്ന് പറഞ്ഞ സാധനം ചാണക സംഗിണി നിനക്കില്ലെങ്കിലും നിനക്ക് ആ ശൂലം കുത്തിയ കഥയൊക്കെ കൃത്യമായിട്ട് അറിയാല്ലേ. ഈ സമൂഹമല്ല കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഈ സംഗിണി വന്നിട്ട് എന്താ പറയാന്നറിയാം, അവർ സ്വയം ശൂലം കുത്തിയതാണെന്ന് വരെ ഈ ചാണക സംഗിണി പറഞ്ഞുണ്ടാക്കും. ഈ ചാണക സംഗിണിയുടെ വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പായി ബി.ജെ.പിക്കാർ കുറെ കാലം ആലോചിക്കുന്നായിരുന്നു വിശകലക്ക് ശേഷമായിരുന്നു. ബി.ജെ.പിക്കാർക്ക് അതിനുള്ള ഉത്തരം കിട്ടി. വിശകലക്ക് ശേഷം ബി.ജെ.പിക്കാർ അവതരിപ്പിക്കുന്ന പുതിയ വിശകലയാണ് അദീന ഭാരതി.
പക്ഷെ സംഘികളെ നിങ്ങൾ ഒന്നുകൂടി സന്തോഷിച്ചോ, ഇത് വിശകലയല്ല, വിശകലയെ പോലും തോപ്പിക്കുന്ന വിശകലയാണ് ഈ അദീന ഭാരതി. വിശകല 2.0 ഈസ് ലോഡിംഗ്. പക്ഷെ സംഘികളെ നിങ്ങൾക്ക് മാത്രം ഇതിനും മാത്രം വിഷമുള്ള ഒരുപാട് കുലസ്ത്രീകളെ കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് ലജ്ജ തോന്നുന്നു സംഘികളെ, ലജ്ജ തോന്നുന്നു. അപ്പൊ ചാണകക്കുണ്ടിലിരുന്ന് ചാണക വർത്താനം പറയുന്ന ചാണക പുഴുവായ അദീന ഭാരതി, നീ കണ്ട ചാണകക്കുണ്ടിലെ കുട്ടികളുമായിട്ട് മറ്റുള്ള കുട്ടികളെ താരതമ്യം ചെയ്യില്ല കേട്ട. നീ കണ്ട ചാണകക്കുണ്ടിലെ കുട്ടികളൊക്കെ മയക്കുമരുന്ന് വെച്ചിട്ട് മറ്റുള്ള കുട്ടികളും അങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കരുത് ചാണക കുലസ്ത്രീയായ അദീന ഭാരതി നീ. അപ്പൊ ചാണക കുലസ്ത്രീ അദീന ഭാരതിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.